പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ശംഖു ഇപ്പോൾ ഈ സൂമിൽ വന്നിരിക്കുകയാണ് നമ്മോട് സംസാരിക്കാൻ. ഹായ് ശംഖു. ശംഖു ശംഖു ഇനിയിപ്പോൾ എപ്പോഴും ഇനിയിപ്പോൾ ബിരിയാണി തിന്ന് എത്ര ബിരിയാണി തിന്നേണ്ടി വരുമെന്ന് അറിയാമോ? ബിരിയാണി തിന്ന് തിന്ന് ക്ഷീണം വരും. ബിരിയാണിയുടെ കാര്യം അറിഞ്ഞോ ശംഖു? മന്ത്രി ആൻറ്റി ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ ശംഖുവിന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചെന്ന്. ശംഖു ബിരിയാണി ഇഷ്ടം പോലെ ബിരിയാണി തരാൻ മന്ത്രി ആൻറ്റി സമ്മതിച്ചിരിക്കുക. ശംഖുവിനും ശംഖുവിന് ഇഷ്ടപ്പെട്ടോ കാര്യം? ശംഖു ഹാപ്പിയാണോ? മന്ത്രി ആന്റിയോട് നന്ദി ഉമ്മയൊക്കെ കൊടുത്തില്ലയോ? മന്ത്രി ആന്റി തിരിച്ചൊരു ഉമ്മ, ഭയങ്കര ഒരു ബെഡ ഉമ്മ ശംഖുവിന് തന്നിട്ടുണ്ട്. വലിയൊരു ഉമ്മ. അപ്പോൾ ആന്റി ആണെങ്കിൽ ഇന്ന് ശംഖുവിന് മാത്രമേ ശംഖുവിന് മാത്രമേ ഒരു ഉമ്മ കിട്ടിയിട്ടുള്ളൂ. മന്ത്രി ആന്റിക്ക് ഒരു ഉമ്മ കൊടുക്കണ്ടേ നമുക്ക്? അപ്പോൾ ഒരു കാര്യം ചെയ്യും, മിനിസ്റ്ററോട് നേരിട്ട് പറഞ്ഞോ. മിനിസ്റ്റർ ആൻറ്റി ഇപ്പം മന്ത്രി ആൻറ്റി ഇപ്പം നമ്മളോട് ടെലിഫോണിൽ വന്നിട്ടുണ്ട്. ശംഖുവിൻ്റെ കാര്യത്തിലാണ് മനസ്സിൽ വെച്ചിരുന്നിട്ട് ഇത്രയും ദിവസം കൊണ്ടു കിടന്ന് തീരുമാനമാക്കി ശംഖുവിനെ പോലുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇനി ബിരിയാണി കിട്ടും. മന്ത്രി വീണ ജോർജ് ഇപ്പോൾ ശംഖു സൂമിലുണ്ട്. മിനിസ്റ്റർക്ക് ശംഖുവിനോടൊന്ന് സംസാരിക്കാം, അവനൊരു സന്തോഷമായിക്കോട്ടെ. ഓ ശംഖു മോനെ ശംഖു കേൾക്കാമോ? സന്തോഷായോ? അപ്പം ഞാനൊരു നന്ദി പറയട്ടെ. മോൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമുക്ക് എല്ലാ ശംഖുവിനും മോനും കൂട്ടുകാർക്കും ഒക്കെ നമുക്ക് ബിരിയാണി പുലാവും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പൊ ശംഖു മിനിസ്റ്റർക്ക് എന്തോ കൊടുക്കുന്നേ പറഞ്ഞേ? മിനിസ്റ്റർ കേട്ടോണ്ടിരിക്കുക. എന്തോ എന്താ കൊടുക്കുന്നേ? കളിപ്പാട്ടം. നേരത്തെ ഒരു ഉമ്മ കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അത് മാറിയോ? അപ്പോ ശംഖുവിന്റെ ഉമ്മ മിനിസ്റ്റർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഓക്കെ, താങ്ക് യു മിനിസ്റ്റർ. താങ്ക് യു മിനിസ്റ്റർ. വളരെ വിശാല മനസ്കായിട്ട് ശംഖുവിനും കൂട്ടുകാർക്കും എല്ലാം കൊടുത്തു. ശംഖു ഇനിയിപ്പോ കൂട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി കേട്ടോ. കൂട്ടുകാരോട് എന്താ പറയുന്നേ? ആണോ? ശംഖുവിനെ ആരെങ്കിലും വിളിച്ചോ? ശംഖുവിന്റെ അടുത്താരാ ഉള്ളത്? അമ്മയാണോ? അമ്മ എന്താ പറഞ്ഞു? അമ്മ ഹാപ്പിയാ? വീട്ടിൽ എല്ലാവരും ഹാപ്പിയാണോ? ശംഖു ബിരിയാണി കഴിക്കുമ്പോൾ എനിക്കൂടെ തങ്ങളോട് തരുവോ? അപ്പൊ ശംഖുവിന് 24-ന്റെ ഒരു ഉമ്മ കേട്ടോ. ഓക്കെ, അങ്ങ് എത്തിയോ സാധനം? വഴിയിൽ കളഞ്ഞു പോയാൽ പറയണം. എത്തിയോ? അപ്പോൾ താങ്ക് യു ശംഖുവിനെ കാണാം കേട്ടോ. ശംഖു പഠിച്ച് വലിയ മിടുക്കനായ വലിയ കുട്ടിയാവും കേട്ടോ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ശംഖുവാണ്. ശംഖുവിന് വ്യാപകമായിട്ട് ഇനി ഉമ്മയുടെ ഘോഷയാത്രയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കൂട്ടുകാർക്ക് ഇവൻ കാരണം ഇനി ബിരിയാണി കിട്ടാൻ പോവുക. താങ്ക് യു ശംഖു. ബായ്. മിനിസ്റ്റർ, എന്തായാലും നമ്മുടെ എത്ര കുട്ടികൾക്ക് ഇതിൻ്റെ പ്രയോജനം കിട്ടും? ഓക്കെ, മിനിസ്റ്റർ വീണ ജോർജ് ആയിരുന്നു ലൈനിലുണ്ടായിരുന്നത്. ശംഖുവിന് സന്തോഷമായി. ശംഖുവിനെ പോലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഒരുപക്ഷെ ഭരണം എന്താണെന്ന് ആ പ്രായത്തിൽ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ഈ കുട്ടികൾ പറയുന്നൊരു ആഗ്രഹം പോലും മനസ്സിൽ കൊണ്ടു നടന്ന് ഇത്രയും കാലം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത മിനിസ്റ്റർ വീണ ജോർജ് തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം അർഹിക്കുന്നു.